Hello everyone, welcome to Pearly Mani's YouTube channel. നിങ്ങൾ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എന്റെ ആവശ്യമാണ്. കാരണം പേളിമാണിക്ക് ഇതിനോടകം തന്നെ നഷ്ടമായത് 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. എന്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റൂ. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ എല്ലാരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? അയ്യോ, ആദ്യം ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചത്. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? നമ്മുടെ സ്റ്റുഡൻസിന്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. And I hope you will understand what I am saying. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണായിരുന്നു. ഒന്ന് പട്ടി പോയിടാ, പൊറുക്കാൻ പറ്റെങ്കിലും ഒന്ന് പൊറുക്ക്. വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു.